ഞാൻ വിചാരിച്ചു നീ എന്താണ് തുറക്കാൻ ലേറ്റ് ആവുന്നത്. വായോ ഫർണിച്ചറോ? പിന്നല്ല. ഫോണിൽ ചാർജ് ഇല്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ? നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ എരിവുണ്ടോ? ഞങ്ങൾ ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവാണ്. വിൻസനാണ് കുക്ക്, ഷെഫ് വിൻസൻ. ഹലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ഞണ്ട് കറി. ഓക്കെ, എന്തൊക്കെയാ അതില് ചേർത്തത്? ഇപ്പൊ ഉരുളി ചൂടായപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അത് കഴിഞ്ഞ് മസാല പട്ട, ഗ്രാമ്പു, ഈ ഒരു ബേ ലീവ്സ്, അങ്ങനെ കുറച്ച് പെരുംജീരകം അതെല്ലാം ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി. ചെറുതായിട്ടൊന്നും ചതച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളി എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം നല്ലതാണ്. ബിക്കോസ് ഞണ്ടിന് ഗ്യാസ് ഉള്ളതാണ്. അതെ, പച്ചമുളക്. ചെറിയ 2 തക്കാളി ചെറുതായിരുന്നു, അതുകൊണ്ട് 2 തക്കാളി നമ്മൾ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ഇട്ടത്. ചില്ലി നമ്മൾ ആദ്യമേ ഗരം മസാലയുടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പേരിന് വേണ്ടി മാത്രം ഒരു ഇത്തിരി ഗരം മസാല പൊടിച്ചത് ഇടുകയാണ്. ഒരു നുള്ളു ഉലുവാപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇപ്പം ഇടാം, ബാക്കി നമുക്ക് അവസാനം ഇടാം. മസാല നല്ല മൂക്കണം. തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം മസാല ഇടാനെല്ലാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. നന്നായിട്ട് വാട്ടി എടുക്കാണ് ഞണ്ട്. റോസ്റ്റ് ഉള്ളി ഓക്കെ.
ഇനി ഇതിന്റെ അകത്താണ് ഞണ്ടിടുക അല്ലെ? അതെ, എല്ലാം നല്ലൊരു മൂപ്പ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടിടാം. ഞണ്ട് കാണിച്ചേ. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടാണ്. നല്ല ഞണ്ടാണ്. നല്ല ഞണ്ട അല്ലെ? ഫ്രഷ്. ഞങ്ങൾ തലാല് പോയി വാങ്ങിച്ചതാണ്. ഫ്രഷോടെ ഫ്രഷ്. വാവ്, എന്റെ ഫേവറേറ്റ് ഐറ്റം കേട്ടോ ഞണ്ട്. അത് പറഞ്ഞ എന്റെ ഫേവറേറ്റ് ഐറ്റം കേട്ടോ ഇതാ ബിൻസ് ഉണ്ടാക്കുന്നത്. സത്യം, ഞണ്ട് റോസ്റ്റ്. വാവ്. പറയട്ടെ ഇതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നത്. സാധാരണ എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് വരുവാണെങ്കിൽ ഞാൻ ആലോചിക്കാം അവർക്ക് എന്തായിരിക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവർക്ക് എന്ത് കൊടുത്താലാണ് ഇഷ്ടമാവുന്നത്. പക്ഷേ നിധി വരുമ്പം എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടേ ഇല്ല. കാരണം നിധിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഞണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഞണ്ട് വരെ അവന് ഭയങ്കര ഇഷ്ടമാണ് താനും. അപ്പം ഞണ്ടും കപ്പയും ഉണ്ടെങ്കിൽ പിന്നെ നിധിനെ കയ്യിലെടുക്കാൻ വേറെ ഒന്നും വേണ്ട. എന്നെ കയ്യിലെടുക്കാൻ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? കപ്പയും അതും പറഞ്ഞിട്ടില്ലല്ലോ. ബിൻസിന്റെ ഞണ്ട് റോസ്റ്റ് കിടുവാണ്. നാട്ടില് അമ്മ ഉണ്ടാക്കുന്ന അതേ വൈബ് കിട്ടും. നാട്ടില് പോയി കഴിച്ച എഫക്റ്റ് ആയിരിക്കും ബിൻസിന്റെ ഞണ്ട് റോസ്റ്റ് കഴിച്ച. അതുമില്ല, എല്ലാം നല്ല കൈപ്പുണ്യാണ്, എല്ലാം അടിപൊളിയായിട്ടുണ്ടാക്കും. പക്ഷെ ഞണ്ടും കപ്പയും ഒരു സ്പെഷ്യൽ ടേസ്റ്റാ. എനിക്ക് ഞണ്ട് വേവാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അവിടെ ഇരുന്ന് ഒന്ന് വെന്തോട്ടെ. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വാവ്, ഞണ്ടേതാ സെറ്റായില്ലേ വിൻച? ആയിക്കൊണ്ടിരിക്കുന്നു. ടേസ്റ്റ് ചെയ്യാൻ തന്നെ കുറച്ച് നല്ല പേരി. കിടലൊതുക്കി ഞണ്ട് കറി സെറ്റ് ആയിട്ടുണ്ട്. കണ്ടിട്ടേ കൊതി വരുന്നല്ലോ ബിൻച. പൊളിയായിരിക്കില്ലേ? ആവോ, കഴിച്ചു നോക്കാം. ഓക്കെ, കൊള്ളാക്കില് കൊള്ളത്തില്ലെങ്കിൽ കഴിച്ചല്ലേ പറ്റൂ. സെറ്റായാ? സെറ്റ്. ഒരു ഇച്ചിരി പൊടിക്ക് കുരുമുളക് പൊടി ചേർത്തതാ. പൊടിക്ക് കുരുമുളക് ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. ഇതാണ് ഞണ്ട്. ഞണ്ടിനകത്ത് എല്ലാം അരപ്പ് പിടിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. ഇനി ചോറുമായിട്ട് ഒന്ന് അങ്ങ് കുഴച്ചങ്ങ് പിടിച്ച അടിപൊളി ഉച്ചക്ക് സെറ്റ്. അടുത്ത അടുപ്പില് കപ്പ വേവാൻ വെച്ചിട്ടുണ്ട്. കപ്പയുണ്ടോന്ന്? അയ്യോ, അപ്പൊ കപ്പയും ചോറും സെറ്റ്. അപ്പൊ അങ്ങനെ ഞണ്ട് കറി സെറ്റായി. ഇനി ചോറും കപ്പയും കൂട്ടി അങ്ങ് പൊളിക്കാൻ പോവാ. ഓക്കെ ഓക്കെ. ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാൻ ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി. നിന്നെ പോലെ നട്ടിലില്ലാത്ത കാമുകന്മാരെ ഇങ്ങനെ പല പെൺകുട്ടികളുടെ ഫ്യൂച്ചർ കളിക്കുന്നത്. മറ്റുള്ളവരുടെ ബാക്കി കറക്റ്റായിട്ട് കൊടുക്കാം. മുതലറിയത്തിയല്ലോ. സമയത്തിന്റെ കടയിൽ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി വരണമെന്നില്ല.
സത്യത്തിന് കടയിൽ നിർത്താൻ തന്നെ പെൺപിള്ളേരെ കൃത്യസമയത്ത് വരും നന്നായി പിന്നെ ഉണ്ണിത്താനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോൾ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കല്യാണം മുടങ്ങിയ ഉത്തരവാദിത്തത്തെ പോരാ എന്റെ മോനെ കണ്ണിൽ കയ്യിൽ കാലത്ത് ചേർത്ത് വിളിച്ചിറക്കിക്കൊണ്ട് പോലും സാധ്യതയുണ്ട്. ആരാ സാധ്യത? സത്യം പറയും എനിക്ക് വിശ്വാസം. തന്നെയുള്ള അമ്പിളൊക്കെ പറഞ്ഞിട്ടുള്ള പ്രേമൊക്കെ എനിക്കറിയാം. എനിക്ക് പ്രേമമുണ്ട്. പ്രേമല്ലട കുന്തമേ തന്നെ ഉണ്ടോന്നാ ചോദിച്ചത്. വട്ടപ്പറമ്പിൽ ചെയ്തു കിട്ടാൻ പണത്തിന് ഇഷ്ടപ്പെടുന്നവർക്കും ജീവിക്കാൻ പറ്റും. വെളുപ്പിന് 5 നാൾ റെഡിയായി എന്നിട്ട് സിഗ്നൽ സരസു 6 കട ഇറങ്ങിക്കൊണ്ടാൽ മതി. ബാക്കി ഞാൻ ഞാൻ എന്താ കേൾക്കണേ? ത്യാഗം പഠിക്കൂ. 4 ദിർഹംസ് ഉണ്ട്. അവൾ ഇത്രയും കഥയാണെന്ന് ഞാൻ കരുതിയില്ല. നമ്മുടെ മോനെ വിളിക്കാൻ കൊണ്ട് പോയില്ലേ? വേറെ എടുക്കാം. അങ്ങനെ ചോറ് ബിൻസിൻ്റെ വക ചോറും പപ്പടവും കപ്പയും രസം ചീരപ്പേരി ഞണ്ട് കറി എല്ലാം കൂടി ആയിട്ട് ഒരു അടിപൊളി സദ്യ കഴിക്കാൻ പോവാണ് ഞങ്ങൾ. നാട്ടിലെത്തിയതിൻ്റെ ഫീലാണ് കേട്ടാ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയതല്ലേ, കിട്ടില്ലായിരിക്കും. എന്നാ ഞാൻ കഴിച്ചോ. അപ്പോൾ ഞണ്ടും കൂട്ടി ചോറ് കഴിക്കാൻ പോവാണ്. ടേസ്റ്റ് എങ്ങനെ നോക്കിയാലോ? ഒരുപാട് കാലത്തിന് ശേഷം ഞണ്ട് കൂട്ടി ചോറ് കഴിക്കുന്നത്. നാട്ടിൽ നിന്ന് അങ്ങനെ കഴിച്ചതാ. പൊളി. കപ്പയുണ്ട്, കപ്പയും എല്ലാം കൂടി ചീരയും പപ്പടവും ഒക്കെ കൂടി വീട്ടിൽ പിടിക്കാം. മീനച്ചാറ് കിട്ടും. മീനച്ചാറുണ്ടോ? ആഹാ, അതും കൂടെ കൂട്ടി സെറ്റ് പിടി പിടിക്കാൻ പോവാണേ. എന്താ കഴിച്ചാലോ? പോയി. താങ്ക് യു. കപ്പയുണ്ട്, ഞണ്ടിന്റെ മാംസം എടുക്കാൻ. ഭയങ്കര ഉടായ്പാണ്, ചുമ്മാ അറിയുക.